ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. രാവിലത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞു, ഫർദാനുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞു. സ്കൂളിൽ 7:50 പോയി. ബാക്കിയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ വീട്ടുമായിട്ടുള്ള യുദ്ധമാണ്. അതെല്ലാം ക്ലീൻ ചെയ്യണം. കിച്ചൺ ക്ലീൻ ചെയ്യണം, തൂക്കണം. അത് എനിക്ക് ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ നിന്നിട്ട് വിരിച്ചിടണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ വൈസു ഉറങ്ങുവാണ്. വൈസു എണീക്കും. അപ്പോൾ വൈസുവിന് കുറുക്ക് കാച്ചണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും ആവില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞു. കിച്ചൺ ഞാൻ ക്ലീൻ ചെയ്തു. ആദ്യം കിടന്ന കിച്ചനാണ് കല്ല ഗൈസ്. നല്ല രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്തു ഗൈസ്. പിന്നെ അതേ കണക്ക് തന്നെ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചെറിയ കിച്ചണുണ്ടല്ലോ, നമ്മൾ വർക്ക് ഏരിയ എന്നൊക്കെ പറയുന്നത്, വർക്ക് ഏരിയ ക്ലീൻ ചെയ്യണം. ഫുഡെല്ലാം ചെയ്ത് കഴിഞ്ഞു. ചോറും കറിയും അതെല്ലാം കഴിഞ്ഞു. അടുപ്പത്താണ് ചോറ് വയ്ക്കുന്നത്. ഗ്യാസിൽ വയ്ക്കൂല ചോറ്, അടുപ്പത്ത് വയ്ക്കുകയാണ് ചോറ്. കുട്ടീസിൻ്റെ കുരുത്തേക്കേടാണ് ഗൈസ്. ഇതെല്ലാം എനിക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ക്ലീനായിട്ടൊന്നും കിടക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ക്ലീനായിട്ട് കിടക്കില്ല. അവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഒട്ടും ക്ലീനായിട്ട് കിടക്കില്ല. വൈകുന്നേരം ഒരു 4:30 ആകുമ്പോൾ വറുത്ത് വരും. പിന്നെ വയസ്സുമായിട്ട് ഇതിൻ്റെ അകത്ത് ഭയങ്കര മേളമാണ്, ഒരു രക്ഷയില്ല. എല്ലാം കാണിക്കട്ടെ. നാളെ രാവിലെ ഈ പ്രോസസ്സ് പിന്നെയും തുടരില്ലേ ഗൈസ്, ക്ലീനിങ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും അവിടെ കിടന്ന് കാണിക്കട്ടെ എന്ന് വിചാരിക്കും. പിന്നെന്തോ ഗൈസ്, ഇതിൻ്റെ അകത്ത് കിടന്നുള്ള കുരുത്തേക്കേടുള്ളൂ ഗൈസ്. പുറത്തോട്ടൊന്നും അങ്ങനെ പോകാറില്ല. അപ്പം ഞാൻ വിചാരിക്കും അവിടെ കിടന്ന് കളിക്കട്ടെ എന്ന് പറയും. പിന്നെ അതേ കണക്ക് തന്നെ ക്ലീനിങ്. ഇതിങ്ങനെ കിടക്കത്തൊന്നുമില്ല ഗൈസ്, വെറുതെയാണ്. സത്യം പറഞ്ഞാൽ വെറുതെയാണ്, കിടക്കത്തൊന്നുമില്ല. ഈ ടോയ്സ് ഞാൻ ഒതുക്കി വയ്ക്കും, പിന്നെ അത് കൊളാക്കും, പിന്നെ ഞാൻ ഒതുക്കി വയ്ക്കും. ഈ 3 എണ്ണം എന്താ ഈ സെറ്റിയുടെ ഇവിടെ ഒരു സ്പേസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിലോട്ട് വയ്ക്കാൻ. അല്ലെങ്കിൽ ഇവിടെ എല്ലായിടത്തും കിടക്കും. അപ്പോൾ ഞാൻ സെറ്റിക്ക് ഒരു കോർണർ സ്പേസ് മാറ്റിയാണ് സെറ്റ് ചെയ്യാനിട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് സെറ്റിയുടെ ആ സ്പേസിൽ ഇതെല്ലാം കയറിയിരുന്നോളും. വലിയ കുഴപ്പങ്ങളൊന്നും കാണില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് കിച്ചണെല്ലാം ഒതുങ്ങി. ഞാൻ ക്ലീനും ചെയ്ത്. പിന്നെ അത് കണക്ക് തന്നെ ഞാൻ തൂത്തു. അത് കണക്ക് അതെല്ലാം കഴിഞ്ഞു. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിൽ കിടക്കുന്ന ഡ്രസ്സ് എടുത്ത് വിരിച്ചിടണം. അതൊരെണ്ണം ഉണ്ട്. പിന്നെ അത് കുറച്ചേ ഉള്ളൂ. വാഷിംഗ് മെഷീനിൽ രാവിലെ ഇട്ട് അതങ്ങ് എടുക്കും. അവിടെ എല്ലാം ക്ലീൻ ചെയ്തു, ഫുൾ ക്ലീൻ ചെയ്തു. പിന്നെ അത് ഞാൻ മുകളിലാണ് വിരിച്ചിരുന്നത്. ഇത് മുകളിൽ സിറ്റൗട്ടിലുണ്ട്. ഇതിൻ്റെ തന്നെ മുകളിൽ സിറ്റൗട്ടുണ്ട്. മുകളിൽ 3 റൂമാണ്. അപ്പം സിറ്റൗട്ടിലാണ് ഞാൻ വിരിച്ചിടുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് ചെറിയൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. സിറ്റൗട്ടിലത് നല്ല രസമാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എല്ലാവരും 5 സെൻറ്റ് വീട് 6 സെൻറ്റ് വീട് അതിൻ്റെ അകത്ത് ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരാണ്. വലിയ ടച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. വീട്ടിൻ്റെ അകത്ത് തന്നെ, എല്ലാവരും വീടിൻ്റെ അകത്ത് തന്നെ. പുറത്തോട്ട് ആരെയും കാണില്ല. പിന്നെ പുറത്തെങ്ങാനും വെച്ചാൽ ആരെങ്കിലും ഇങ്ങനെ ഗേറ്റിൻ്റെ അടുത്തേക്ക് നിന്ന് ആരെങ്കിലും കാണുന്നെങ്കിലേ ഉള്ളൂ ഗൈസ്. എല്ലാവരും അതിൻ്റെ അകത്താണ്. ഒരു സിറ്റി ലൈഫ് അങ്ങനെ പറയാം. ക്ഷീണം ഗൈസ്, ക്ഷീണം. ഞാൻ എല്ലാ ദിവസവും 1 ഗ്ലാസ് പാൽ കുടിക്കും. ഇതെല്ലാം കഴിയുമ്പോൾ 1 ഗ്ലാസ് പാൽ കുടിക്കും. പിന്നെ പാർദൂസിൻ്റെ അമൃതം പൊടിയാണ് ഗൈസ്. ഇത് അംഗൻവാടിയിൽ നിന്ന് തരുന്നതാണ്. ഞാനത് കൊടുക്കും ഗൈസ്. ചിലവരത് കൊടുക്കില്ല, പക്ഷെ ഞാൻ കൊടുക്കും. നല്ല പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഒരിതാണ്. അപ്പം ഞാൻ കൊടുക്കും. എനർജി ഉണ്ട്, പ്രോട്ടീനുണ്ട്, അങ്ങനെയുള്ള കുറേ ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, പഞ്ചസാര എല്ലാം ഐറ്റം വെച്ച് തന്നിട്ടുണ്ട്. അവനിക്ക് ഞാൻ അത് കൊടുക്കും ഗൈസ്. എങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കും, ചിലപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കി കൊടുക്കും. വയസ്സിനിപ്പോൾ 1.25 വയസ്സായതേ ഉള്ളൂ ഗൈസ്. എന്നാലും ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയാൽ കുറച്ച് വെച്ച് പിച്ചി ഞാനങ്ങ് വായിച്ചു കൊടുത്ത്. അതെങ്ങനെയെങ്കിലും ഈ അമൃതം പൊടി ഞാനങ്ങ് ഉള്ളിലാക്കും ഗൈസ്. അപ്പോൾ ഇത് ഞാൻ കുറുക്കായിട്ട് കാച്ചുന്നതിന് ഫൈസു ഉറങ്ങുവാണ്. ഫർദു വായി വരൂ. കാരണം വെച്ചാൽ നമ്മൾ ആദ്യത്തെ കൺമണി ഫർദു ആണല്ലോ, അപ്പോൾ അങ്ങനല്ലേ വായി വരൂ. അപ്പം
ഫർദു പാവം സ്കൂളിൽ ഇരിക്കുമായിരിക്കും. ഇപ്പം ബ്രഞ്ചിൻ്റെ ടൈമായി കാണും. ആപ്പിളും ബദാമൊക്കെ കഴിക്കുമായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഫൈസുവിനുള്ള കുറുക്ക് നമ്മൾ ചെയ്യുവാണ് ഗൈസ്. ഫൈസു ഇപ്പം എണീക്കും. ഈ കുറുക്ക് കൊടുത്തിട്ടാണ് ഫൈസുവിന് നീരാട്ടൊക്കെ കഴിഞ്ഞ് ഇവിടെ കിടന്ന് അടുത്ത കുരുത്തക്കേട്. പക്ഷേ വലിയ കുരുത്തക്കേട് കാണൂല, ഫർദു ഇല്ലാത്തതുകൊണ്ട്. ഇവിടെയൊക്കെ കിടന്ന് എൻ്റെ കൂടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇവിടെ എല്ലാം നടക്കും. അല്ലാതെ വലിയ കുരുത്തക്കേടായിട്ടൊന്നുമില്ല. ഫൈസു 1 വയസ്സല്ലേ ആയുള്ളൂ. അപ്പോൾ അത്ര കുരുത്തക്കേട് പ്രതീക്ഷിച്ചാൽ മതി. അപ്പം ഫർദു ഉണ്ടെങ്കിൽ പിന്നെ ഡബിളിൻ്റെ ഡബിൾ കുരുത്തക്കേടാണ്. സെറ്റിൽ കയറി ചാടൽ, ദിവാങ്കോട്ടി കയറി ചാടൽ. പക്ഷേ ഫർദു ചാടുമ്പോൾ തറയിൽ വീഴും. പക്ഷെ ഫൈസു ചാടാൻ നിന്നാൽ നല്ല സെറ്റായിരിക്കും. കണ്ണും കൈയായിട്ട് നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം ഗൈസ്. ഫർദുവിൻ്റെ കാര്യം ഫൈസുവിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ മൊത്തം അത് പറയാനേ സമയം കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കുറുക്കിയെടുക്കാം. ഇത് കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് കുറുക്കുമ്പോൾ അത് ക്ലിയറാകും. ഒരു 10 മിനിറ്റ് പോലും വേണ്ട, 10 മിനിറ്റ് മതി, അത്രയും മതി. ലോ ഫ്ലെയിമിലിട്ട് അത് കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പാലെടുക്കാം കേട്ടോ. പാലൊഴിച്ച് വെള്ളം ഒഴിച്ച് അത് നല്ല മിക്സാക്കി എടുത്തിട്ടാണ് പഞ്ചസാരയിട്ട് മിക്സാക്കി. പഞ്ചസാരയാണ് കൂട്ടുന്നത്, ശർക്കരയൊന്നും ഇടാറില്ല കേട്ടോ ഇതിൽ. പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്യും. ചെറിയൊരു കുറുക്കൽ. ഫൈസുവിന് നല്ല കുറുവി നമ്മൾ സ്പൂണിൽ ഇങ്ങനെ വാരി കൊടുത്താൽ അങ്ങനൊന്നും കഴിക്കൂല ഫൈസു. പിന്നെയും തെറ്റി ഗൈസ് ഫൈസു. അപ്പോൾ ഫൈസു ആണെങ്കിൽ നമുക്കൊരു ഗ്ലാസ്സിൽ നമ്മളൊരു കപ്പിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിടിച്ച് കൊടുക്കുമ്പോൾ അവൻ അത് കഴിക്കും കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, ഫൈസു ചോറെന്ന് പറഞ്ഞ സാധനം കഴിക്കൂല. അതുകൊണ്ട് ഞാൻ വിചാരിക്കാം അവൻ്റെ ഹെൽത്തിന് നല്ലതാണ്, ഹെൽത്തി ഫുഡാണ്. എന്തോ ഗൈസ്, ഹെൽത്തി ഫുഡാണ് കൂടുതലും കൊടുക്കുന്നത് ഞാൻ. അപ്പം ഇതും കൊടുക്കും, പിന്നെ അതിനൊക്കെ ഹെൽത്ത് മിക്സും കൊടുക്കും. ഇത് 2 മാറിയും തിരിഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അവനിക്കിഷ്ടമുള്ള ബിസ്ക്കറ്റ് കൂടുതൽ കൊടുക്കില്ല. അപ്പം കുറച്ച് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ അമൃതം പൊടിയിൽ ഉണ്ണിയപ്പം, നെയ്യപ്പം അങ്ങനെയൊക്കെ കുറച്ച് ഉണ്ടാക്കിയിട്ട് വായി വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഗൈസ്, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതിപ്പം ഫൈസു ഉണർന്നില്ലാത്തതുകൊണ്ട് നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഇനി എല്ലാം കഴിഞ്ഞ് ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവാണ് ഗൈസ്. ഓക്കേ, അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ഗൈസ്.